മലയാളത്തിൻ്റെ ആദ്യ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വരികളുടെ അർത്ഥങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വരി ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം. ഇതിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥം ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ശുക്ലം എന്ന് പറഞ്ഞാൽ വെളുത്ത എന്നൊരു അർത്ഥമാണ്. അംബരം എന്ന് പറഞ്ഞാൽ വസ്ത്രം. ധരം എന്ന് പറഞ്ഞാൽ ധരിക്കുന്നവൻ. വിഷ്ണു എന്ന് പറഞ്ഞതിൽ വിഷ്ണു ഭഗവാനെ ഉദ്ദേശിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ശ്രീ ഗണേശൻ അല്ലെങ്കിൽ ഗണപതിയെയും കൂടി ഉദ്ദേശിച്ചിട്ടാവാം. അതുമല്ലെങ്കിൽ സർവ്വവ്യാപിയായ ഒരു പരബ്രഹ്മ സ്വരൂപത്തെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു വാക്കും കൂടിയാണ് വിഷ്ണു എന്നുള്ളത്. ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രനും, വർണ്ണം എന്ന് പറഞ്ഞാൽ നിറമുള്ളതും, ചതുർഭുജം എന്ന് പറഞ്ഞാൽ ചതുർ എന്ന് പറയുമ്പോൾ നാലും, ഭുജം എന്ന് പറയുമ്പോൾ കൈയുള്ളവൻ. അപ്പോൾ അതിൻ്റെ ലളിതമായ അർത്ഥം എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നവനും ചന്ദ്രനെ പോലെ ശോഭയുള്ളവനും 4 കൈകൾ ഉള്ളവനുമായ പരമാത്മാവിനെ ഞാൻ സ്മരിക്കുന്നു. രണ്ടാമത്തെ വരികൾ പ്രസന്നവദനം ധ്യായേത് സർവ വിഘ്നോപശാന്തയെ. ഇതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. പ്രസന്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്ന പോലെ പുഞ്ചിരിയോടുകൂടിയ അല്ലെങ്കിൽ ശാന്തമായ. വദനം എന്ന് പറഞ്ഞാൽ മുഖം. ധ്യായേത് എന്ന് പറഞ്ഞാൽ ധ്യാനിക്കണം. സർവ എന്ന് പറഞ്ഞാൽ എല്ലാം. വിഘ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങൾ അല്ലെങ്കിൽ വിഘ്നങ്ങൾ. ഉപശാന്തയെ നീക്കുന്നതിനായി, ശമിപ്പിക്കുന്നതിനായി എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ രണ്ടാമത്തെ വരിയുടെ ലളിതമായ അർത്ഥം എന്തെന്നാൽ പ്രസന്നനായ മുഖമുള്ള ഭഗവാനെ ധ്യാനിച്ചാൽ എല്ലാ വിഘ്നങ്ങളും ശമിക്കട്ടെ എന്ന് പ്രാർത്ഥനയാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.